എല്ലാവരും ഉണ്ടല്ലോ. പള്ളിയിൽ കഴിഞ്ഞിറങ്ങിയോ? എവിടത്തോളായി ക്രിസ്മസിന്റെ ഒരുക്കങ്ങളൊക്കെ? എൻ്റെ വീട്ടിൽ പുൽക്കൂട് സെറ്റായി. ഇനി ക്രിസ്മസ് ട്രീ 12:15 ആ, കൊള്ളാം. അപ്പം ഇത്തവണ മനു നേരത്തെ ചെയ്തു അല്ലേ എല്ലാം? നിങ്ങളോ? എൻ്റെ വീട്ടിൽ ക്രിസ്മസ് സെറ്റ് പുതിയതാണ് വാങ്ങിക്കുന്നത്. പുതിയ സെറ്റ് വാങ്ങിച്ചു അല്ലേ? കൊള്ളാം. നമ്മൾ ക്രിസ്മസിന് വേണ്ടിയിട്ട് ഒത്തിരി ഒരുക്കങ്ങളൊക്കെ നടത്തി അല്ലേ? ഇപ്പോൾ പുതിയ ക്രിസ്മസ് സെറ്റ് വാങ്ങിച്ചു, ക്രിസ്മസ് ട്രീ പകുതി മുക്കാലും കഴിഞ്ഞു. നിങ്ങളുടെ വീട്ടിലൊക്കെ എല്ലാം ഒരുക്കങ്ങൾ അല്ലേ നടത്തി. പക്ഷേ മക്കൾ ഓർക്കേണ്ട ഒരു കാര്യം, ക്രിസ്മസിന് ഈ ക്രിസ്മസ് സെറ്റും ക്രിസ്മസ് ട്രീയും മാത്രം മതിയോ? നക്ഷത്രമൊക്കെ മാത്രം മതിയോ? പുറമേയുള്ള ഒരുക്കങ്ങൾ മാത്രം പോരാ. പിന്നെ എന്തൊക്കെ വേണം? നമ്മൾ ഉണ്ണീശോയ്ക്ക് വേണ്ടി നമ്മുടെ ഹൃദയത്തെ കുറേ കൂടി ശുദ്ധിയുള്ളതാക്കണം. കുറച്ചുകൂടി ഉണ്ണീശോയോട് പ്രാർത്ഥിക്കണം. കുറച്ചുകൂടി ഉണ്ണീശോയെ ആരാധിക്കാനായിട്ട് ഒരുങ്ങണം. അപ്പോഴാണ് ക്രിസ്മസ് അർത്ഥമുള്ളതാകുന്നത് കേട്ടോ. അതെപ്പോഴും ഓർത്തിരുന്നോളണം. പക്ഷേ ആൽബിക്ക് ഒരു സംശയം. നമ്മുടെ ആൽബിക്ക് ചോദിക്കേ. ഈ തിരുക്കുടുംബത്തിന്റെ ഫോട്ടോയിലൊക്കെ ഉണ്ണീശോ സാധാ വേഷത്തിലൊക്കെ ഇരിക്കണേ. ചില പള്ളിയിലൊക്കെ ഉണ്ണീശോ നല്ല രാജകുമാരനെ പോലെ ഇരിക്കുന്ന ഡ്രസ്സൊക്കെ ഇട്ട്. അതെന്താ അങ്ങനെ? കൊള്ളാം ആൽബി, നല്ല നല്ല ചോദ്യമാണ് കേട്ടോ അത്. മക്കളെ, ഈ നിങ്ങളിപ്പോൾ ചോദിച്ചതുപോലെ രാജകീയമായ ഉടുപ്പിട്ട ഈ ഉണ്ണീശോയുടെ തിരുസ്വരൂപം വന്നത് ഈ ചെക്ക് റിപ്പബ്ലിക്കിൻ്റെ തലസ്ഥാനമായ പ്രേഗ് എന്ന് പറയുന്ന ഒരു നാട്ടിൽ നിന്നാണ് ഈ രൂപം നമ്മുടെ നാട്ടിലേക്കൊക്കെ വരുന്നത്. അതിൻ്റെ പിന്നിലൊരു കഥ പറയുന്നത് ഇങ്ങനെയാണ്. ഡോണ ഇസബെല്ല മാൻഡ്രിക് എന്ന് പറയുന്ന ഒരു പ്രഭുവിൻ്റെ ഭാര്യയുടെ കയ്യിൽ ഈ തിരുസ്വരൂപം ഉണ്ടായിരുന്നു. അവരുടെ മോൾക്ക് ഇത് സമ്മാനമായിട്ട് കൊടുത്തു, ഈ രൂപം. മോളുടെ വിവാഹത്തിൻ്റെ സമയത്ത്. മോളുടെ പേര് മേരി മാൻഡ്രിക് എന്നാണ്. അവരെന്ത് ചെയ്തു? അവരുടെ മകൾക്ക് അത് സമ്മാനമായിട്ട് കൊടുത്തു. അവരുടെ മകളെ കല്യാണം കഴിച്ചത് ഈ പ്രേഗിലെ ഒരു പ്രഭുവായിരുന്നു. അപ്പോൾ തിരുസ്വരൂപം എങ്ങോട്ട് പോന്നു? പ്രേഗിലേക്ക് പോന്നു അല്ലേ? പിന്നീട് അവരെന്ത് ചെയ്തു? അവരുടെ മകൾക്ക് കല്യാണത്തിന് വിവാഹ സമ്മാനമായിട്ട് ഈ തിരുസ്വരൂപം കൊടുത്തു. ആ സ്ത്രീയുടെ പേര് പോളിസീനിക് എന്നായിരുന്നു. അവർ ഇത് ഒരു കർമ്മലീത്ത സന്യാസികൾക്ക് സമ്മാനമായിട്ട് കൊടുത്തു. ഈ കർമ്മലീത്ത സന്യാസിമാരാണ് പിന്നീട് ഈ രൂപം മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പ്രചരിപ്പിച്ചത്. അത് ഒരു കർമ്മലീത്ത സന്യാസ സഭ ഒരു മാതാവിൻ്റെ, പ്രേഗിലെ ഒരു മാതാവിൻ്റെ പള്ളിയിൽ കൊണ്ടുപോയി സ്ഥാപിച്ചു. പിന്നീട് ചരിത്രം പറയുന്നത് പല യുദ്ധങ്ങളുടെ സമയത്തൊക്കെ ഈ രൂപം, ഈ പള്ളി നശിച്ചു പോയി കഴിഞ്ഞപ്പോൾ ഈ രൂപവും കാണാതെ പോയി. പിന്നീട് ഫാദർ സിറിൽ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഈ രൂപം കണ്ടു കിട്ടുകയാണ് ചെയ്തത്, ഈ അച്ഛന്. ആ അച്ഛൻ പിന്നീട് അതെടുത്ത് അൾത്താരയുടെ ഒരു ഭാഗത്ത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. അവിടെ നിന്നാണ് ശരിക്കും കർമ്മലീത്ത സന്യാസ വൈദികരും, പ്രത്യേകിച്ച് നമ്മുടെ ആവിലായിലെ അമ്മ ത്രേസ്യ, അവരുടെ സഭയുമൊക്കെ ഈ രാജകീയമായ വസ്ത്രമുള്ള ഈ ഉണ്ണീശോയുടെ രൂപം മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പ്രചരിപ്പിച്ചത്. ഒരുപക്ഷെ ഈ പ്രഭു കുടുംബത്തിൽ നിന്ന് വന്ന ഒരു രൂപമായതുകൊണ്ടായിരിക്കാം ഈ ഒരു രാജകീയമായ വസ്ത്രവും കിരീടവും ഒക്കെ ഉണ്ണീശോയ്ക്ക് ഉള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും നല്ല നല്ല ചോദ്യമാണ് ചോദിച്ചത്. ഈ ഉണ്ണീശോയോടുള്ള ഭക്തി ഉണ്ടായിരുന്ന ഒത്തിരി വിശുദ്ധന്മാരുണ്ട്. ഫ്രാൻസിസ് അസീസിക്ക് ഉണ്ടായിരുന്നു ഉണ്ണീശോയോടുള്ള ഭക്തി. പിന്നെ അതുപോലെ തന്നെ അന്തോണീസ് പുണ്യാളൻ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആവിലായല്ലേ അമ്മ ത്രേസ്യ, അങ്ങനെ ഇവരൊക്കെ ഉണ്ണീശോയുടെ ഭക്തി പ്രചരിപ്പിച്ചതാണ്. അപ്പോൾ ഈ സന്യാസിനികളിലൂടെയും സന്യാസിമാരിലൂടെയും എല്ലാം യൂറോപ്പിലും ലോകത്തിൻ്റെ മറ്റ് രാജ്യങ്ങളിലേക്കും പിന്നെ നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഈ ഉണ്ണീശോയുടെ രൂപം വരികയും അതിനോടുള്ള ഭക്തി പ്രചരിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ തന്നെ തൃശ്ശൂർ തിരുഹൃദയ ലത്തീൻ പള്ളിയിൽ പ്രത്യേകമായിട്ട് ഈ നേരത്തെ പറഞ്ഞ പോലത്തെ ഉണ്ണീശോയുടെ രൂപം വെച്ച് പ്രത്യേകമായി വണങ്ങുന്ന ഒരു പള്ളിയാണ്. അതുപോലെ ചേർപ്പുങ്കൽ, പിന്നെ കൊച്ചിയിൽ പെരുമ്പടപ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് പള്ളിയിലും ഈ ഉണ്ണീശോയുടെ രൂപം വെച്ച് വണങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളും ഈ ഉണ്ണീശോയോടുള്ള പ്രാർത്ഥന ഈ ക്രിസ്മസ് നാളിൽ ഒന്നുകൂടി ഒന്ന് വർദ്ധിപ്പിച്ചാൽ നല്ലതായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെയാണ് ഉണ്ണീശോയോട് പ്രാർത്ഥിക്കാനായിട്ട്
ഇഷ്ടമായിരിക്കും അല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്. ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം. ആദ്യമായിട്ട് ഈ ഉണ്ണീശോയെ ആരാധിക്കാനായിട്ട് വന്നത് ആരാ? ആദ്യമായി ഇടയന്മാരാണ് ആരാധിക്കാൻ വന്നത്, അതിനുശേഷം രാജാക്കന്മാരും. ശരിയാണ്, മെറിൻ പറഞ്ഞത് ശരിയാണ് കേട്ടോ. ആദ്യമായിട്ട് ആട്ടിടയന്മാരും പിന്നെ പൂജരാജാക്കന്മാരും. ഈ പൂജരാജാക്കന്മാരുടെ പള്ളി എവിടെയെങ്കിലും ഉള്ളതായിട്ട് നിങ്ങൾക്ക് അറിയാവോ? ഇല്ല അല്ലേ? എവിടെ കേരളത്തിലുണ്ടോ പൂജരാജാക്കന്മാരുടെ പള്ളി ഉണ്ടോ? അറിയില്ല അല്ലേ? പൂജരാജാക്കന്മാരുടെ പള്ളി മൂവാറ്റുപുഴയിൽ ഒരു പള്ളിയുണ്ട്, ഹോളി മാഗി ചർച്ച്. പൂജരാജാക്കന്മാരുടെ മധ്യസ്ഥതയിലുള്ള പള്ളിയാണ്. അവിടെ പൂജരാജാക്കന്മാരുടെ തിരുനാളുണ്ട്, പ്രത്യേകം ആളുകൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളെങ്ങനെയാ ക്രിസ്മസിൻ്റെ ഈ സീസണിൽ നമുക്കൊന്ന് ആ പള്ളിയിലൊന്ന് പോയാലോ? ഇൻട്രസ്റ്റ് ഉണ്ടോ? അപ്പോൾ നമുക്ക് ആ പള്ളിയിലൊന്ന് പോയി അവിടെ എല്ലാം കണ്ട് പറ്റുകയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പഠിക്കാനൊക്കെ ശ്രമിക്കാം അല്ലേ? ഓക്കെ. അച്ഛാ, ഞങ്ങൾ എറണാകുളത്ത് നിന്ന് വരികയാണ്. ഇതെൻ്റെ കാറ്റഗിസം സ്റ്റുഡൻസാണ്. ഞങ്ങൾ ഈ ക്രിസ്മസ് സീസണായപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട കുറേ ചോദ്യങ്ങൾ ഇവരെന്നോട് ചോദിച്ചു. അങ്ങനെയാണ് ഈ പൂജരാജാക്കന്മാരുടെ പള്ളിയെക്കുറിച്ച് അറിയുന്നത്. മൂവാറ്റുപുഴയിൽ ഹോളി മാഗി എന്ന് പറയുന്നൊരു ചർച്ച ഉണ്ടെന്ന് അറിയുന്നത് അപ്പോഴാണ്. അപ്പം ഞങ്ങളെല്ലാവരും കൂടി പള്ളിയിൽ വന്നു. ഞങ്ങൾ പള്ളിക്കകം എല്ലാം കണ്ടു വച്ചാൽ പ്രാർത്ഥിച്ചു. എൻ്റെ കുട്ടികൾക്ക് കുറേ ചോദ്യങ്ങളുണ്ട്. എല്ലാം ഒന്നും എനിക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ല. എനിക്കറിയാവുന്നതൊക്കെ ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ അച്ഛനോട് ചോദിക്കാമെന്ന് കരുതിയാണ് ഞങ്ങൾ അച്ഛൻ്റെ അടുത്ത് വന്നത്. ഇവരുടെ ചോദ്യങ്ങൾക്കൊക്കെ അച്ഛൻ മറുപടി പറഞ്ഞാൽ വളരെ സന്തോഷമായിരിക്കും. നിങ്ങൾ ചോദിക്കട്ടോ, അച്ഛനോട് ചോദിക്കും. ഫാദർ, എന്തുകൊണ്ടാണ് ഈ ദേവാലയത്തിന് ഹോളി മാഗി ചർച്ച് എന്ന് പേര് വന്നത്? മക്കളെ, ഈ പള്ളിക്ക് ഹോളി മാഗി അല്ലെങ്കിൽ വിശുദ്ധ പൂജരാജാക്കന്മാരുടെ പേര് വന്നത് എന്നതിനേക്കാൾ കൂടുതലായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, പൂജരാജാക്കന്മാർ എന്ന പേര് തന്നെ ആദ്യം വിശുദ്ധ ഗ്രന്ഥത്തിലുള്ളതല്ല. ബൈബിളിൽ ജ്ഞാനികൾ എന്നാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെ വാക്യങ്ങളിലാണ് ബെത്ലഹേമിൽ പൗരസ്ത്യ ദേശത്ത് നിന്നുള്ള ജ്ഞാനികൾ യേശുവിൻ്റെ ജനനം നക്ഷത്ര മുഖേന അറിഞ്ഞ് വരുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. പിൽക്കാലത്താണ് ഈ ജ്ഞാനികളെ രാജാക്കന്മാർ എന്ന് വിളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. ബൈബിളിൽ അങ്ങനെയില്ല. ഈ ജ്ഞാനികൾ 3 പേരാണ് എന്ന് പോലും ബൈബിളിൽ യഥാർത്ഥത്തിലില്ല. 12 പേരാണ് എന്ന് പറയുന്നവരുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവസാനം 3 കാഴ്ച വസ്തുക്കളാണ് അവിടെ കാഴ്ച സമർപ്പിച്ചത് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 3 പേര് എന്ന് ഒരു പാരമ്പര്യം അങ്ങനെ ഉറയ്ക്കുകയും അങ്ങനെ 3 പേരുടെ പേരുകൾ വരെ നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട്. മെൽക്കിയോർ, കാസ്പർ, ബെൽത്താസർ എന്നിങ്ങനെ 3 പേരാണ് ഈ 3 രാജാക്കന്മാർ അല്ലെങ്കിൽ ജ്ഞാനികൾ എന്നാണ് ഇന്ന് പറയപ്പെടുന്നത്. ഇനി ഈ മൂവാറ്റുപുഴ പള്ളിക്ക് ഈ പേര് വന്നത് പള്ളിയുടെ ആരംഭം മുതലേ ഉള്ളതല്ല എന്നാണ് പള്ളിയുടെ ചരിത്രത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ഈ പള്ളി 1820 സ്ഥാപിതമായതാണ്. അന്ന് വിശുദ്ധ മറിയം മഗ്ദലേനയുടെ നാമത്തിലാണ് ഈ പള്ളി സ്ഥാപിതമായത്. പിന്നീട് 1904 ശേഷമാണ് ഈ പള്ളി പൂജരാജാക്കന്മാരുടെ പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അതിൻ്റെ കാരണം പാലാ പ്രദേശങ്ങളിൽ നിന്ന് വന്ന ധാരാളം പേര് ഇവിടെ കുടിയേറിയപ്പോൾ ആ പ്രദേശങ്ങളിൽ വളരെ സാധാരണമായിരുന്ന രാക്കുളി പെരുന്നാൾ,
നമ്മൾ കേട്ടിട്ടുണ്ടോ? രാക്കുളി പെരുന്നാൾ പൂജരാജാക്കന്മാരുടെ സന്ദർശനത്തോട് ബന്ധപ്പെട്ട് ഉള്ള ഒരു പെരുന്നാളാണ്. ആ പെരുന്നാൾ ഇവിടെ ആഘോഷിക്കാൻ തുടങ്ങി. ആ പെരുന്നാളിന് വലിയ പ്രാബല്യം കിട്ടി. അത് വളരെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തിരുനാളായി. പിന്നീട് പള്ളി പുതുക്കി പണിതപ്പോഴാണ് ഇതിന് പൂജരാജാക്കന്മാരുടെ പള്ളി എന്ന പേര് കിട്ടിയത് എന്നാണ് ചരിത്രത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത്. രാക്കുളി തിരുനാൾ എന്ന് പറയുന്നത് ദനഹ തിരുനാളിന് പറയുന്ന പേരാണ്. പൂജരാജാക്കന്മാരുടെ തിരുനാൾ സഭയിൽ ആഘോഷിക്കുന്നത് ജനുവരി 6-ാം തീയതി ദനഹ തിരുനാളിലാണ്. ഫീസ്റ്റ് ഓഫ് എപ്പിഫനി എന്ന് പറയും. അപ്പോൾ ഈ ദനഹ തിരുനാളിൽ നമ്മുടെ പൂർവികർ അതിരാവിലെ എഴുന്നേറ്റ് പോയി കുളിക്കുമായിരുന്നു. ആ കുളി സൂചിപ്പിച്ചിരുന്നത് ജ്ഞാനസ്നാനത്തെയാണ്. ജ്ഞാനസ്നാനത്തെ സൂചിപ്പിക്കുന്ന, അത് ഈശോയുടെ ജ്ഞാനസ്നാനത്തെ സൂചിപ്പിക്കുന്ന ഒരു ഇതാണ്. അപ്പോൾ ഈശോയുടെ ജ്ഞാനസ്നാനത്തെ സൂചിപ്പിക്കുന്നതാണ് രാക്കുളി എങ്കിലും ഫീസ്റ്റ് ഓഫ് എപ്പിഫനി എങ്കിലും അന്നേ ദിവസം തന്നെയാണ് പൂജരാജാക്കന്മാരുടെ തിരുനാളും ആഘോഷിച്ചു വരുന്നത്. അപ്പോൾ അത് അങ്ങനെ അത് രണ്ടും കൂടി പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. രാക്കുളി എന്ന പേര് അതിൽ നിന്ന് ഉണ്ടായതാണ്. അച്ഛ, പൂജരാജാക്കന്മാർ 3 സമ്മാനങ്ങൾ കാഴ്ചവെച്ചായിരുന്നു. അതിൻ്റെ അർത്ഥങ്ങൾ ഏതാന്ന് പറഞ്ഞു തരാമോ? ഞാൻ ആദ്യം സൂചിപ്പിച്ചുവല്ലോ, ഈ 3 വ്യക്തികൾ പൗരസ്ത്യ ദേശത്ത് നിന്ന് വന്ന ജ്ഞാനികൾ എന്നാണ് ബൈബിളിൽ പറയുന്നത്. എങ്കിലും നമ്മളിന്ന് അവരെ പൂജരാജാക്കന്മാർ എന്ന് പറയുന്നത് തന്നെ ഈ 3 കാഴ്ചദ്രവ്യങ്ങൾ സമർപ്പിച്ച വ്യക്തികൾ എന്ന നിലയിലാണ്. പൊന്നും കുന്തിരിക്കവും മീറയും, ഈ 3 ദ്രവ്യങ്ങളാണ് അവർ കാഴ്ചവെച്ചത്. ഈ 3 ദ്രവ്യങ്ങൾ കാഴ്ചവെക്കുന്നതിന് ഒരുപാട് അർത്ഥമുണ്ട്. പൊന്ന് പൗരസ്ത്യ ദേശത്ത് രാജാക്കന്മാർക്ക് സമർപ്പിക്കുന്ന കാഴ്ചവസ്തുവാണ്. ആരെങ്കിലും രാജാക്കന്മാരെ സന്ദർശിക്കാൻ പോകുന്നുണ്ടെങ്കിൽ സ്വർണം കാഴ്ചവസ്തുവായിട്ട് കൊണ്ടുപോകും. അതിൽ കുറഞ്ഞ ഒന്നും കാഴ്ചവെക്കില്ല. കുറഞ്ഞത് എന്തെങ്കിലും കാഴ്ചവെച്ചാൽ രാജാവിന് അത് അവഹേളിക്കുന്നത് പോലെയാവും. അപ്പോൾ ഈശോ രാജാവാണ് എന്ന വസ്തുത ധ്വനിപ്പിക്കുന്ന, സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ പൊന്ന് കാഴ്ചവെച്ചു എന്നത്. അതുപോലെ തന്നെ കുന്തിരിക്കം പുരോഹിതന്മാർക്ക് നൽകുന്ന കാഴ്ചവസ്തുവാണ്. പുരോഹിതന്മാരാണ് ധൂപം ദേവാലയത്തെ അർപ്പിക്കുന്നത്. പൗരോഹിത്യ ധർമ്മത്തെ സൂചിപ്പിക്കുന്ന ഒരു വസ്തുവാണ് കുന്തിരിക്കം. അതുകൊണ്ട് കുന്തിരിക്കം കാഴ്ചവെക്കുന്നത് ഈശോ നിത്യപുരോഹിതനാണ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ്. ഇതെല്ലാം നമ്മൾ ഇന്ന് കാണുന്ന വ്യാഖ്യാനങ്ങളാണ്, അർത്ഥങ്ങളാണ്. പക്ഷേ അത് വളരെ പ്രസക്തമായ കാര്യമാണ്. അതുപോലെ തന്നെ മീറ ശവമഞ്ചത്തിൽ പൂശുന്ന സുഗന്ധദ്രവ്യമാണ്. അപ്പോൾ ഈശോ ലോകത്തിന് വേണ്ടി, മനുഷ്യരക്ഷയ്ക്ക് വേണ്ടി മരിക്കാനാണ് പിറന്നിരിക്കുന്നത് എന്നത് വസ്തുതയെ സൂചിപ്പിക്കുന്നതാണ് ഈ മീറ കാഴ്ചവെക്കുന്നത്. അപ്പോൾ ഈ കാഴ്ച വെറുതെ 3 ദ്രവ്യങ്ങൾ കാഴ്ചവെക്കുക എന്നതിലൂടെ വലിയ അർത്ഥങ്ങളാണ് നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യപ്പെടുന്നത്. പൊന്നും കുന്തിരിക്കവും മീറയും കാഴ്ചവെക്കപ്പെടുന്ന ഈശോ മഹാരാജാവും നിത്യപുരോഹിതനും ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി ജീവൻ സമർപ്പിക്കാൻ വന്നിരിക്കുന്നവനുമാണ് എന്ന വലിയ സത്യം. അതാണ് ഈ കാഴ്ച വസ്തുക്കളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് പൂജരാജാക്കന്മാരോട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്? മക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവത്തോടാണ്. പൂജരാജാക്കന്മാർ നമ്മുടെ ദൈവസന്നിധിയിലുള്ള മധ്യസ്ഥരാണ്. അവർ വഴി ദൈവത്തോട് നമുക്ക് എന്തും പ്രാർത്ഥിക്കാം. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആത്മാവിന്, നമ്മുടെ ജീവിതം മുഴുവനും വേണ്ട ഏത് നന്മയ്ക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റു വിശുദ്ധരോട് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ പൂജരാജാക്കന്മാരോട് എന്ത് കാര്യത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? അലീനയുടെ ചോദ്യം വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ ശീലിച്ച് പോന്നിട്ടുള്ളത് ഓരോരോ
പ്രത്യേക കാര്യങ്ങൾക്ക് വേണ്ടി പ്രത്യേക മധ്യസ്ഥർ ഉണ്ട് എന്ന് കരുതി അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശീലമാണ്. അത് മനുഷ്യരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പ്രാർത്ഥന ഒരു പ്രത്യേക ദിശയിൽ പ്രത്യേക നിയോഗത്തിൽ ഒക്കെ നടത്തുന്നതിന് വേണ്ടി നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു പരിശീലനമാണ്. യഥാർത്ഥത്തിൽ അതിന് വലിയ ശാസ്ത്രീയമായ ദൈവശാസ്ത്രപരമായ അടിസ്ഥാനമൊന്നുമില്ല. ചില സാഹചര്യങ്ങളിൽ ചില പ്രത്യേക ഭക്തികൾ വളർന്ന് വന്നിട്ടുള്ളതാണ്. അത് ചില സ്ഥലങ്ങളിൽ വിശുദ്ധ അന്തോനീസിനോടുള്ള ഭക്തി, നഷ്ടപ്പെട്ടു പോയ വസ്തുക്കൾ വീണ്ടെടുക്കുന്നതിന് അന്തോനീസ് സഹായിക്കുമെന്ന പ്രത്യാശയോടുള്ള ഭക്തി. ചിലതിനൊക്കെ ചരിത്രപരമായ ചില അടിസ്ഥാനങ്ങളുണ്ടാവും. ഉദാഹരണത്തിന് വിശുദ്ധ സെബസ്ത്യാനോസിനോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് വസന്ത എന്ന് പറഞ്ഞാൽ പകർച്ചവ്യാധികൾ അവയിൽ നിന്ന് മോചനം നേടുന്നതിന് വേണ്ടിയിട്ടാണ്. അത് യൂറോപ്പിൽ പകർച്ചവ്യാധികൾ രൂപപ്പെട്ടപ്പോൾ വളരെ പടർന്നു പിടിച്ചപ്പോൾ അതിൽ നിന്ന് മോചനം നേടാനായിട്ട് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ തിരുശേഷിപ്പുകൾ വെച്ച് പ്രാർത്ഥിക്കുകയും മോചനം ലഭിക്കുകയും ചെയ്തു എന്ന ഒരു പാരമ്പര്യമുണ്ട് ചരിത്രത്തിൽ. അങ്ങനെയുള്ള ചില പാരമ്പര്യങ്ങളിൽ നിന്നും അത്ര തന്നെ പ്രധാനമില്ലാത്ത ചില ചരിത്ര വസ്തുക്കളിൽ നിന്നുമൊക്കെ രൂപപ്പെട്ടിട്ടുള്ളതാണ് ഇങ്ങനെയുള്ള ഭക്തികൾ. ഞാൻ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ ശരിയായ ആധ്യാത്മിക ചിന്തകളാണ് പകർന്നു തരേണ്ടതെന്ന് എനിക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് എല്ലാ വിശുദ്ധരും ദൈവസന്നിധിയിൽ നമ്മുടെ മധ്യസ്ഥരാണ്. ആ മധ്യസ്ഥർ വഴി ദൈവത്തോട് നമുക്ക് എന്തും പ്രാർത്ഥിക്കാം. വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥം തേടി നമുക്ക് ദൈവവിളി ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് പഠനത്തിൽ വിജയമുണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. വിശുദ്ധരെ ഇങ്ങനെ ഓരോ പ്രത്യേക വകുപ്പുകൾ ദൈവം ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല, അത് മനുഷ്യർ ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളതാണ്. അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമില്ല. വിശുദ്ധ പൂജരാജാക്കന്മാരോട് ഇപ്പോൾ മൂവാറ്റുപുഴ പള്ളിയിൽ ഇങ്ങനെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രത്യേകമായ ഒരു ലക്ഷ്യം വെച്ചുള്ള ഒരു പ്രാർത്ഥനയുടെ രീതി നിലവിലില്ല. ഫാദർ, ഇവിടുത്തെ തിരുനാൾ എന്നാണ്? എങ്ങനെയാണ് അതിൻ്റെ രീതികൾ? വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുനാൾ എല്ലായിടത്തും എന്നതുപോലെ ഇവിടെയും ജനുവരി 6-ാം തീയതിയാണ് ആഘോഷിക്കുന്നത്, പ്രധാനപ്പെട്ട തിരുനാൾ ദിവസം. ഈ പള്ളിയിൽ ഡിസംബർ 27-ന് ആഘോഷങ്ങൾ ആരംഭിക്കും. അന്ന് മുതൽ നൊവേനയുണ്ട്, ആഘോഷമായ തിരുനാൾ കുർബാനയും പ്രസംഗവും എല്ലാ ദിവസവും ഉണ്ട്. 4, 5, 6 തീയതികളിലാണ് ഏറ്റവും വലിയ ആഘോഷം നടക്കുന്നത്. 5-ാം തീയതി ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണമുണ്ട്. 6-ാം തീയതിയും വൈകുന്നേരം ടൗൺ ചുറ്റിയുള്ള പ്രദക്ഷിണമുണ്ട്. ഈ പ്രദക്ഷിണങ്ങളാണ് വാസ്തവത്തിൽ ഈ തിരുനാളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേക ആഘോഷം എന്ന് പറയാം. പ്രത്യേക നേർച്ചകൾ ആയിട്ട് ഒന്നും ഇല്ല. ഈ 6-ാം തീയതിയിലെ പ്രദക്ഷിണത്തിന് വിശുദ്ധ പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപങ്ങൾ ഇവിടെ നിന്ന് വഹിച്ച് പള്ളിയുടെ ഇപ്പുറത്ത് പരിശുദ്ധ കന്യാമാതാവിൻ്റെ കപ്പേളയുണ്ട്. ആ കപ്പേളയുടെ സമീപം ചെല്ലുമ്പോൾ അവിടെ നിന്ന് മാതാവിൻ്റെ തിരുസ്വരൂപം, അവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന മാതാവിൻ്റെ പ്രതിസ്വരൂപം പുറത്തേക്ക് എടുക്കുമ്പോൾ ഈ 2 സ്വരൂപങ്ങളും തമ്മിൽ കൂട്ടിമുട്ടുന്നു എന്നാണ് ഒരു പാരമ്പര്യം. കണ്ടുമുട്ടുക എന്നാണ് പാരമ്പര്യം. ആ സമയത്ത് ബത്ലഹേമിൽ പ്രത്യക്ഷപ്പെട്ട ആ നക്ഷത്രം കാണാൻ കഴിയുന്നുണ്ട് എന്നാണ് പാരമ്പര്യം. നിങ്ങളുടെ ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ തൃപ്തികരമായിട്ട് മറുപടി പറഞ്ഞു എന്നാണ് എൻ്റെ വിശ്വാസം. ഈ പള്ളിയിൽ പ്രതിഷ്ഠിതമായിട്ടുള്ള പൂജരാജാക്കന്മാരുടെ തിരുസ്വരൂപങ്ങളുടെ ഒരു ചിത്രം ഞാൻ നിങ്ങൾക്ക് നൽകാം. 3 പൂജരാജാക്കന്മാർക്കും പിൽക്കാലത്ത് ലഭിച്ചിട്ടുള്ള പേരുകളാണ്. നമുക്കറിയില്ല അന്ന് അവരുടെ പേര് ഇത് തന്നെ ആയിരുന്നോ എന്നും നമുക്ക് നിശ്ചയമില്ല. എങ്കിലും പിൽക്കാലത്ത് അവർക്ക് പേരുകൾ നൽകപ്പെട്ടിട്ടുണ്ട്. മെൽക്കിയോർ, കാസ്പർ, ബെൽത്താസർ. ആ പേരുകൾ രേഖപ്പെടുത്തിയിട്ടുള്ള 3 ചിത്രങ്ങൾ, ഒരു ചിത്രത്തിൽ തന്നെ 3 രൂപങ്ങൾ, അതിൻ്റെ ചിത്രമുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ നൽകാം. നിങ്ങൾ വിശുദ്ധ പൂജരാജാക്കന്മാരോട്
ഭക്തിയുള്ളവരായി വളരുവാൻ ആഗ്രഹിക്കുന്നു. പ്രത്യേകിച്ചും നിങ്ങൾ ഈ പള്ളിയിലും പരിസരത്തും സമയം ചെലവഴിക്കാൻ ഇടവരുമ്പോഴെല്ലാം നിങ്ങൾക്ക് കൂടുതൽ ഭക്തിയും വിശ്വാസ തീക്ഷ്ണതയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള കൂട്ടുകാരെ, നമ്മൾ ഇന്ന് മൂവാറ്റുപുഴയിലെ ഹോളി മാഗി ചർച്ചിൽ പോയി ആ പള്ളിയും പരിസരവും എല്ലാം നമ്മൾ കണ്ടു. ബഹുമാനപ്പെട്ട പോളച്ചൻ്റെ ഷെയറിങ് നമ്മൾ കേട്ടു. പിന്നെ വളരെ പ്രധാനമായും ഇന്ന് ഉണ്ണീശോയെക്കുറിച്ചും പ്രത്യേകിച്ച് ഉണ്ണീശോയുടെ രൂപം നമ്മുടെ നാട്ടിലേക്കൊക്കെ വന്ന കഥകളും എല്ലാം നമ്മളിന്ന് കേട്ടു. തീർച്ചയായിട്ടും ഉണ്ണീശോയ്ക്ക് വേണ്ടി നമുക്ക് ഹൃദയം വിശുദ്ധമാക്കാം. അടുത്ത ദിവസം ഉണ്ണീശോയുടെ വളരെ പ്രസിദ്ധമായ തീർത്ഥാടന കേന്ദ്രമായ നമ്മുടെ ചേർപ്പുങ്കൽ മാർസ്ലീവ പള്ളിയിലേക്ക് നമ്മൾ പോവുകയാണ്. നിങ്ങളെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വീണ്ടും നമുക്ക് കാണാം.